നമസ്തേ. ഒരു റിട്ടയർഡ് അധ്യാപകനും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. 2 ആൺമക്കളാണ് അവർക്കുള്ളത്. 2 പേർക്കും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. 2 പേരുടെയും വിവാഹം ഒരു ദിവസമാണ് നടന്നത്. മൂത്തവൻ്റെ ഭാര്യയ്ക്ക് 40 പവനും ഇളയവൻ്റെ ഭാര്യയ്ക്ക് 60 പവനും സ്വർണവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇളയവൻ്റെ ഭാര്യയ്ക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞതും മൂത്ത മരുമകൾ 40 പവൻ സ്വർണവും ഒരു പെട്ടിയിലാക്കി ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, അച്ഛാ, ഇതെൻ്റെ സ്വർണ്ണമാണ്, ഇത് അച്ഛൻ സൂക്ഷിച്ചു. വേണ്ട മോളെ, ഭർത്താവിൻ്റെ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തേക്ക്, അത് അവനല്ലേ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞെങ്കിലും വേണ്ട, അച്ഛൻ തന്നെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൈ കൊടുത്തു. അച്ഛനത് അലമാരയിൽ ഭദ്രമായി വെച്ച് പൂട്ടി. ഇനി രണ്ടാമത്തെ മരുമകളുടെ സ്വർണവും വരുമല്ലോ എന്ന് കരുതി അലമാരയിൽ സ്വല്പം സ്ഥലം ഒഴിച്ചിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. അച്ഛൻ കാത്തിരിപ്പ് നിർത്തി. കല്യാണം നടക്കുന്ന സമയത്ത് ഒരു പവന് 22,000 രൂപയാണ്. ഇന്നത്തെ വിലയല്ല. ആ കാലത്തെ കല്യാണ കഥയാണ് പറയുന്നത്. 22,000 രൂപയാണ് ഒരു പവന്. രണ്ടാമത്തെ മരുമകൾ ഭർത്താവിനോട് പറഞ്ഞു, ഈ സ്വർണം അലമാരയിൽ വെച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇത് വിറ്റ് പണമാക്കി പണം ബാങ്കിലിടാം, അതിൻ്റെ പലിശ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് സ്വർണം മുഴുവൻ വിറ്റ് ആ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇത് ഇവൾ ഈ വീട്ടിലുള്ള ആരോടും പറഞ്ഞതുമില്ല. ഏട്ടൻ്റെ ഭാര്യ അറിഞ്ഞ അവളും ഇതുപോലെ വിറ്റ് പണം ബാങ്കിലിട്ട് സൂക്ഷിച്ച് അതിൻ്റെ പലിശ വാങ്ങിക്കഴിയല്ലോ, അത് വേണ്ട, ദുഷ്ടതരം പോകുന്ന പോക്ക് നോക്കണം. പക്ഷേ അച്ഛൻ ഇതറിഞ്ഞു. പെൻഷൻ വാങ്ങാൻ ബാങ്കിൽ ചെന്നപ്പോൾ ഒരു പരിചയക്കാരൻ മാഷോട് മകനും മരുമകളും സ്വർണം വിറ്റ് പണം ബാങ്കിൽ നിക്ഷേപിച്ച കാര്യം പറഞ്ഞു. അത് നന്നായി, കള്ളന്മാരെ ശല്യമുള്ളതല്ലേ, ഇവിടെ ആകുമ്പോൾ പണം സുരക്ഷിതമായി ഇവിടെ ഇരുന്നോളും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. മാഷ് വീട്ടിൽ വന്ന് ഭാര്യയോട് വിവരം പറഞ്ഞു. എന്നാൽ മൂത്ത മരുമകളെ കൂടി അങ്ങനെ ചെയ്യിക്കാലോ എന്ന് അച്ഛൻ ചിന്തിച്ചു. അങ്ങനെ ചെയ്യാമല്ലോ എന്ന് മരുമകളോട് പറഞ്ഞപ്പോൾ അച്ഛനത് അവളോട് ചോദിച്ചു ചെയ്യാം എന്നും മകൻ പറഞ്ഞു. മൂത്ത മകനും മരുമകളും ഇരിക്കുമ്പോൾ സ്വർണം വിറ്റ് കാശാക്കി ബാങ്കിലിടാമെന്ന് പറഞ്ഞപ്പോൾ മരുമകൾ പറഞ്ഞ്, വേണ്ട അച്ഛാ, അത് അച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം വിൽക്കാം. എന്താ ഏട്ടൻ്റെ അഭിപ്രായം? വിറ്റ് പണമാക്കി ബാങ്കിലിടണോ? വേണ്ട, സ്വർണ്ണല്ലേ, അവിടെ നിൽക്കട്ടെ. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. ഈ കാലത്തിലേക്ക് എത്തി. 22,000 രൂപ ഒരു പവന് കൊടുത്തു വാങ്ങിയ സ്വർണമാണ് ഇപ്പം പവന് 1,20,000-ലേറെ രൂപയായി നിൽക്കുന്നത്. അഹങ്കാരവും സ്വാർത്ഥതയുമായി നടന്നിട്ട് എന്താണ് ഗുണമുണ്ടായത്? ബാങ്കിലിട്ട പണത്തിൻ്റെ പലിശ എടുത്ത് 2 ആളും
കൂട്ടുകാരികളുമൊക്കെ ആയി ടൂറ് പോവുക, പലിശ ഇനത്തിൽ കിട്ടുന്ന പണം അങ്ങനെ കുറഞ്ഞു വരികയും ചെയ്തു. ഒരു ദിവസം അടുത്ത മാഷ് ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, മാഷേ, അപ്പുറത്തെ ആ തെങ്ങ് കായ്ച്ചു നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതവർ വിൽക്കാൻ പോവുക, പാകത്തിന് കിട്ടും, മാഷക്ക് നോക്കണം. മാഷ് മൂത്ത മകനുമായി ആലോചിച്ചു. മൂത്ത മരുമകളുടെ വീട്ടുകാരോടും ആലോചിച്ചു. അവരൊക്കെ കൂടെ തീരുമാനത്തിലെത്തി. ആ സ്ഥലം മൂത്ത മരുമകളുടെ പേരിൽ ഇദ്ദേഹം വാങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞതു മുതൽ ഇളയവർക്ക് ഇളക്കം തുടങ്ങി. അവൾ കുറച്ച് ദിവസം അത് കാണാൻ പറ്റാതെ അവളുടെ വീട്ടിൽ പോയിരുന്നു. സഹിക്കുന്നില്ല. അതാണ് ഒരു ഇത്തിരി അഹങ്കാരം തലയിൽ കയറിയുള്ള കുഴപ്പം. നമുക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന വീട്ടുകാരോട് സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഒക്കെ വേണം. ആ സ്വർണം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ലക്ഷം ഉണ്ടാകുമായിരുന്നു. ഇതാണ് ബുദ്ധി അഹങ്കാരത്തിന് പണയപ്പെടുത്തരുതെന്ന് പറയുന്നത്. എല്ലാ കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നാൽ അതിന് ഭർത്താവിൻ്റെതായി എന്ന് ധാരണയൊന്നും വേണ്ട, രണ്ടാൾക്കുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും അവൾക്ക് കുറച്ച് കൂടുതലുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ ഇവൾക്ക് കുറച്ച് കൂടുതലാണ് എനിക്ക് കുറച്ച് കുറവാണ് എന്ന ചിന്ത വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ദുരന്തത്തിൽ ചെന്ന് ചാടില്ലേ എന്ന് വെറുതെ ഒന്നാണ്.